നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 2-ാം തിരുലിഖിതം. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുതമായ നാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉന്നതങ്ങളിൽ വസിക്കാൻ എന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവം ലക്ഷോപലക്ഷം ജീവിതങ്ങൾ ഇടപെട്ട് അവരെ തകർച്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ അനേകം പേര് യുവതീയുവാക്കന്മാരും വിദ്യാർത്ഥിനികളുമാണ്. അവരുടെ ജീവിതത്തിൻ്റെ കൂട്ടുകെട്ടുകളെല്ലാം മാറിമറിയുകയാണ്, കാഴ്ചപ്പാടുകളെല്ലാം മാറിമറിയുകയാണ്. ദൈവം അത്ഭുതമായി കുട്ടികളെ സന്ദർശിക്കുന്ന സമയമാണ് ശുശ്രൂഷയുടെ സമയം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വിദ്യാർത്ഥിനികളെയും അച്ഛനിപ്പോൾ പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. ഒരു പക്ഷേ കുട്ടികളെ, നിങ്ങൾക്ക് പഠിക്കാൻ ചില ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചില വിദ്യാഭ്യാസപരമായ തടസ്സമുണ്ടെങ്കിൽ, യുവതിവാക്കന്മാരെ നിങ്ങൾക്ക് ജോലി സംബന്ധമായ ചില തടസ്സമുണ്ടെങ്കിൽ, ഈ സമയം ഒരു ധ്യാന കേന്ദ്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ ഹൃദയം തുറന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുമോ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. ഇതാ ഒരു വിദ്യാർത്ഥിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. യേശുവേ നന്ദി. എൻ്റെ പേര് ബോണി. ഞാൻ കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്തു നിന്ന് വരുന്നു. +1 വരെ പഠിക്കാൻ വളരെ മോശമായൊരു വ്യക്തിയായിരുന്നു ഞാൻ. +1 വരെ പഠിക്കാൻ മോശമെന്ന് മാത്രമല്ല, ക്ലാസ്സിൽ ഏറ്റവും അവസാനം കിടന്നു. 4-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പിതാവ്, എൻ്റെ അച്ഛൻ വന്ന് കോളേജ് ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചർമാരോട് സമ്മതിച്ച് അത് അടുത്ത കൊല്ലം ഇവൻ പഠിച്ചോളും. ഒന്നും പറയണ്ട. എന്താണെന്നറിയോ, 4-ാം ക്ലാസ് തൊട്ട് മുറ തെറ്റാതെ 10-ാം ക്ലാസ് വരെ എല്ലാ തവണയും പാരൻസ് സ്കൂളിൽ ചെന്ന് സോറി ചോദിച്ച് മാപ്പ് പറഞ്ഞാണ് കുട്ടീനെ റിലീസ് ചെയ്യാൻ. അതായത് അവർക്ക് തോൽപ്പിക്കാൻ കഴിയാനായിട്ട് അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു വന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് ദയിപ്പിച്ച് വിടും, എന്തായാലും ഇവിടെ അടുത്ത വർഷം ശരിയാവും എന്ന് പറഞ്ഞ് 10-ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് അപ്പനമ്മമാർ സ്കൂളിൽ വന്ന് ഒരുപാട് സോറിയൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടീനെ അടുത്ത ക്ലാസ്സിലേക്ക് കടത്തിക്കൊണ്ടിരുന്നത്. ഒത്തിരിയേറെ അപമാനങ്ങൾ ആ സമയത്ത് സഹിക്കേണ്ടി വരും. അതായത് ബാക്കിയുള്ള കുട്ടികളെല്ലാം നല്ല മാർക്ക് മേടിച്ച് ജയിച്ചു പോകുന്നു. അപ്പം നമ്മളെ മാറ്റി നിർത്തും. ഏറ്റവും അവസാനം തോറ്റ കുട്ടിയാണ്. നമ്മൾ ഈ അടയ്ക്കൊക്കെ ഇങ്ങനെ തിരക്കുന്ന സമയത്ത് ഏറ്റവും ഇങ്ങനെ കൂരി പിടിച്ച് അടയ്ക്കുക, അതൊക്കെ ഇങ്ങനെ മാറ്റിയിടില്ലേ, തെരവ്. അതേമാതിരി അപമാനവും നിന്ദനവും സഹിച്ച് മൂടപ്പെട്ട് കിടന്ന ഒരു എളിയ പൈതലാണത്. എല്ലാവരോടും ദേഷ്യമായിരുന്നു ആ സമയത്ത്. ആരുടെയും ഫേസ് ചെയ്യാനുള്ള മടി. കാരണം എവിടെ ചെന്നാലും പഠിക്കുമല്ലാത്ത കുട്ടി എന്നൊരു പേര് എല്ലായിടത്തും ഉണ്ടായിരുന്നു. മന്ദം കെട്ടു എന്ന് എല്ലാവരും. എന്നിട്ട് 10-ാം ക്ലാസ്സിൽ ഞാൻ പരീക്ഷ എഴുതി. ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല, ആർക്കും വിശ്വാസമില്ല, ഒരാൾക്കും ഒരു പ്രതീക്ഷയില്ല. എൻ്റെ പഠിച്ച പ്രതീക്ഷ ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം ബാക്ക് ഹിസ്റ്ററി മുഴുവൻ അങ്ങനെയാണ്. അവരുടെ പ്രതീക്ഷകൾ പോലെ തന്നെ ഞാൻ തോറ്റില്ല. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് ഇന്ത്യയുടെ മാർക്ക് കിട്ടി. ഞാൻ ആ ഇന്ത്യയുടെ മാർക്ക് കൊണ്ട് മാത്രം ജയിച്ചു. അത് എങ്ങനെയോ കർത്താവ് കടത്തിവിട്ട് മാർക്കൊന്ന് ജയിച്ചു. പക്ഷേ എന്നോട് എല്ലാവരും പറഞ്ഞു, അധ്യാപകരെല്ലാം പറഞ്ഞു, ഇനി നീ പഠിക്കാൻ പോകേണ്ട വലിയ കാര്യമില്ല, മറ്റു എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൊക്കോളൂ. എല്ലാ അധ്യാപകരും മാറ്റമില്ലാതെ മുഴുവൻ അധ്യാപകരും പറഞ്ഞു, എൻ്റെ മോനെ നിനക്ക് നല്ലൊരു വഴി പറഞ്ഞു തരാം, ദയവ് ചെയ്ത് ഇനി പഠനത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകണ്ട, വല്ല വർക്ക്ഷോപ്പോ നെട്ട് ബോൾട്ടോ വല്ല. അങ്ങനെ ഇരിക്കെ ചെയ്ത് എൻ്റെ വീട്ടുകാർക്കെല്ലാം വേദനയായി. ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ അന്നാണ് നമ്മൾ അട്ടപ്പാടിയിൽ ആദ്യ വെള്ളിയാഴ്ച കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നത്. ആദ്യ വെള്ളി അഭിഷേകാഗ്നി കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പാരൻസ് അവരുടെ വിശ്വാസത്തിൻ്റെ കൃപ പ്രവർത്തിച്ചു. അവർ പറഞ്ഞു, എൻ്റെ മോനെ എല്ലാവരും തള്ളി,
എൻ്റെ മോനെ എല്ലാ സ്കൂളും തള്ളി, എല്ലാ സ്ഥാപനവും തള്ളി, മാഷുമാരും തള്ളി, ഓർക്കും എൻ്റെ മോനിൽ പ്രതീക്ഷയൊന്നുമില്ല. ഇവർക്കും അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നിയിരുന്നത്. എന്നാൽ ഒരു കൃപ ദൈവം അങ്ങനെ കൊടുത്തു. അവരെന്ത് ചെയ്തു? അവർ മോനുമായിട്ട് ആദ്യ വെള്ളി അഭിഷേകാഗ്നിക്ക് അട്ടപ്പാടിയിലേക്ക് വന്നു. അട്ടപ്പാടി വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആദ്യമൊന്നും എനിക്കും പ്രാർത്ഥനയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആ സമയത്ത് അച്ഛൻ്റെ ചില വചനങ്ങൾ എൻ്റെ മനസ്സിനെ എങ്ങനെയോ ഞാൻ ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്നു. എന്നാൽ അച്ഛൻ്റെ ഏതോ ചില വചനങ്ങൾ എൻ്റെ മനസ്സിനെ ആകർഷിച്ചു. ഞാൻ പിന്നെ തൊട്ട് ഒരു ഉച്ച തൊട്ട് ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഉച്ച വരെ ഇങ്ങനെ മന്നിച്ചും ഇങ്ങനെ കഞ്ചാവ് അടിച്ച പോലെയൊക്കെ ഇങ്ങനെ ഇരുന്നു. അത് പറയുന്നല്ലോ. അതെന്ന് വെച്ചാൽ ആദ്യ ദിവസം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ല, നമ്മുടെ തൊട്ടടുത്തുള്ളവരൊക്കെ നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ഷേപ്പ് മനസ്സിലാവും. അപ്പോൾ അതേമാതിരി കയറിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതേമാതിരി. പക്ഷേ എങ്ങനെയാണെന്നറിയാം, അതാണ് ഈ അഭിഷേകാഗ്നിയിലെ യേശുവിൻ്റെ പ്രത്യേകത. എവിടെയെങ്കിലും കുട്ടികളോ യുവതിവാക്കന്മാരോ വിഷമമുള്ളവരോ തോറ്റ് വിഷമിക്കുന്നവരോ മനസ്സിൽ തകർന്നിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യത്തിൽ പെട്ടെന്ന് യേശു വേഗം സ്റ്റേജിൽ അവിടെ ചെന്ന് ആ കസേരൻ്റെ അടുത്തിരുന്ന് പതുക്കെ ആശ്വസിപ്പിക്കും, ഇടപെടും, അനുഗ്രഹിക്കും, ബുദ്ധി തെളിച്ചു കൊടുക്കും, ഭാവി തെളിച്ചു കൊടുക്കും. അങ്ങനെ പ്രകാശിക്കുന്ന ജീവിതങ്ങളാക്കി മാറ്റും. ഈ കുട്ടിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായി. ഈ കുട്ടി ഉച്ചവരെ വെറുതെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ഇത് ഉച്ചയ്ക്ക് തൊട്ട് അങ്ങയുടെ സ്വഭാവം വ്യത്യാസമായി. പിന്നെ ഞാൻ കരഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു, പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയെ ദൈവം സ്പർശിക്കുന്നു, സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അത് എന്നെ തന്നെയാണ്. ഞാൻ പ്രാർത്ഥിച്ചു. കൺവെൻഷൻ്റെ അവസാനം ഞാനും അച്ഛനും അമ്മയും കൂടെ ചെന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, മോനെ നീ രക്ഷപ്പെടും, മോനെ നീ രക്ഷപ്പെടുമെന്ന് അച്ഛൻ പറഞ്ഞു. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, രക്ഷപ്പെട്ടു മോനെ എന്ന് ഒരു ദൈവിക ദൂത് കർത്താവ് തന്നു. അതപ്പം തന്നെ ഉച്ചരിച്ച് അത് കഴിഞ്ഞ പിന്നെ എനിക്ക് പഠനത്തിൻ്റെ മേഖലയിൽ ഒരു താഴ്ചയും വന്നിട്ടില്ല. +1 +2 ഡിഗ്രി എല്ലാം നല്ല രീതിയിൽ ഞാൻ പാസ്സായി. ഇന്ന് ഞാൻ ബാംഗ്ലൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഞാൻ നിന്റെ ഒരു കുട്ടിയായിട്ട് കണക്കാക്കിയത്. നീ ഇങ്ങോട്ട് വന്നേ. യേശുവേ നോക്ക്, ദൈവം എത്രയോ അനുഗ്രഹിച്ച് നോക്കി. പിന്നെ ആ സമയം തൊട്ട് പെട്ടെന്ന് ഞങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു. +1 +2 ഡിഗ്രി പിന്നെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ തക്കവണ്ണം ഈശോ ഈ എളിയ മകൻ അനുഗ്രഹിച്ചു. ഇംഗ്ലീഷിന് എനിക്ക് 10 കിട്ടിയത് ജസ്റ്റ് പാസ് 35 മാർക്ക്. ഞാനാണ് ഒരേ സമയം 80 കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അതും ബാംഗ്ലൂര്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹിച്ചു, പക്ഷേ എനിക്ക് നടന്നില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ദൈവം എന്നെ ഓർമ്മിപ്പിക്കാനുള്ള രീതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. PhD ഡോക്ടറേറ്റ് ചെയ്യാനുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേര് പോയി ജൂണിലെ എക്സാം എഴുതി. എന്നാൽ 5 പേരിലെ പഠിത്തത്തിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ. എന്നാൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഒരു ബോധ്യം കൊടുത്ത്, മോനെ നിൻ്റെ പഴയ കാലം നീ ഒന്ന് ഓർക്കണം, അതുകൊണ്ട് വേഗം വട്ടാലത്തിൻ്റെ അടുത്തേക്ക് പോകൂ. അതിൻ്റെ ഇടയ്ക്ക് 2012 ഡിസംബറിൽ, ജൂണിൽ ഞാൻ പരീക്ഷ എഴുതി വിജയിച്ചില്ല. 2012 ഡിസംബറിൽ ഭരണങ്ങാനത്ത് കൺവെൻഷൻ നടന്നു, അഭിഷേകാഗ്നി. ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല, പക്ഷെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മ നേർന്നു. എൻ്റെ മകനെ കൊണ്ട് ഞാൻ അഭിഷേകാഗ്നിയിലെ സാക്ഷ്യം പറയിച്ചോളാം അമ്മ നേർന്നു. ഡിസംബറിൽ ഞാൻ അഭിഷേകാഗ്നി അവിടെ നടക്കുമ്പോൾ ഞാൻ ഡിസംബറിൽ പരീക്ഷ എഴുതുന്നു. ജനുവരി റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ഇപ്പൊ ഞാൻ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പിതാവേ, എന്താ ഇപ്പം കേട്ടത്? ആ പഴയ കുട്ടി ഇപ്പം എവിടെ, എന്താ ചെയ്യണത്? PhD ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും സത്യം തന്നെയാണ്. ഞാൻ ബാംഗ്ലൂർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞറിഞ്ഞു ഞാനിവിടെ തിരുവനന്തപുരത്ത് കൺവെൻഷൻ നടക്കുന്നു. ഞാൻ ക്ലാസ്സിൽ നിന്ന് 4 ദിവസം ലീവ് എടുത്തു. ഞാനിപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇതിനു വേണ്ടി തന്നെ ഇവിടെ വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഈ ഒരു കാര്യത്തെ വെളിപ്പെടുത്താനും ഇവിടെയുള്ള ഈ പഴയ മാതിരിയുള്ള കുട്ടികൾ കുറേ ഇവിടെ ഉണ്ടാവും. അതെനിക്ക് മറ്റുള്ള കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാകണമെന്ന് പറയാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ നമുക്കെല്ലാം ലഭിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആരിലും ആരാധ്യം നീ, രാജാതിരാജാവു നീ. ആരിലും ആരാധ്യം നീ, രാജാതിരാജാവു നീ. പാടി പുകട്ടിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകട്ടിടും ഞാൻ
എല്ലാ നാളും നിൻ സ്തുതികൾ, എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അനേകം യുവതിവാക്കന്മാരെയും വിദ്യാർത്ഥിനികളെയും ഇതുപോലെ അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന തടസ്സങ്ങൾ മാറ്റി കർത്താവ് ബ്ലെസ് ചെയ്യും. എല്ലാവരും എഴുന്നേറ്റ് തന്നെ നന്നായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. ഈ സമയം 2 കരങ്ങൾ ഉയർത്താം. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് മാലാഖമാരയക്കണമേ. വിദ്യാർത്ഥികളുടെ ബുദ്ധി തെളിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർഷിക്കണമേ. വിശുദ്ധന്മാരുടെ സ്വർഗവാസികൾ സാന്നിധ്യം ഇപ്പോൾ കൂട്ടായ്മയിലേക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കണ്ണുനീരൊപ്പുന്ന ദൈവരാജ്യ വേലകൾ നൽകണമേ. ദൂതന്മാരുടെ അകമ്പടി നൽകണമേ. ഇപ്പോൾ ഇടപെടണമേ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവേല നൽകിയിടണമേ രാജാവേ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ യേശു. കൈകളടിച്ച് നിരപ്പും ദൈവവേല നൽകിയിടണമേ നാഥ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ യേശു. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. ഉണർവോടെ അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്ണുകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. കണ്ണിരുപ്പും ദൈവവേല നൽകിയിടണമേ നാഥ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ യേശു. ഇടത്തോടും വലത്തോടും കൈകളടിച്ച് കുടുംബം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. സമൂഹം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഓം ദൈവമേ, ഈ സമയത്ത് മുഖ്യദൂതന്മാരുടെ പ്രത്യേകമായ സാന്നിധ്യം നൽകണമേ. മുഖ്യദൂതൻ മിഖായേൽ, മുഖ്യദൂതൻ ഗബ്രിയേൽ, മുഖ്യദൂതൻ റഫായേൽ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി ഒരുതണമേ എന്നും. വലിയ വിശ്വാസത്തോടെ മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി ഒരുതണമേ എന്നും. സ്വർഗദൂത ഗബ്രിയേലേ, ദൂതുമായി വന്നിടണേ. അഭിഷേകം ചെയ്യണമേ. അഭിഷേകവുമായി അരികിൽ വരേണമേ. സ്വർഗദൂത ഗബ്രിയേലേ, വചനത്തിന്റെ വെളിപാടുകളുമായി വരണമേ. വചനത്തിൻ അഭിഷേകവുമായി വരണമേ. അരികിൽ വരേണമേ. കണ്ണിരുപ്പും ദൈവവേല നൽകിയിടണമേ നാഥ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ യേശു. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്ണുകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്ണുകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. ശക്തിയോടെ വേഗത്തിൽ കൈയടിച്ച് അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അടയാളങ്ങൾ ഹല്ലേലൂയ, കണ്ടു ഞങ്ങൾ ഹല്ലേലൂയ, ആർത്തു ഹല്ലേലൂയ, വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അന്ധകാരത്തിന് കെട്ടുകൾ അഴിക്കണമേ. ദുർബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ. കഠിന പിശാചിന് ഉപദ്രവങ്ങൾ നീങ്ങട്ടെ. പഴക്കദോഷങ്ങൾ വിട്ടുപോകട്ടെ. മദ്യപാനാസക്തി വിട്ടുപോകട്ടെ. അലസത വിട്ടുപോകട്ടെ. പഠന തടസ്സങ്ങൾ മാറട്ടെ.
ജോലി തടസ്സങ്ങൾ മാറട്ടെ. വിദ്യാർത്ഥി ബന്ധനങ്ങൾ തകരട്ടെ. കുടുംബം മുഴുവൻ ഉണർവ് പ്രാപിക്കട്ടെ. വചനം കേൾക്കാൻ തടസ്സങ്ങൾ മാറട്ടെ. അഭിഷേക ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ, 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 കൃപ. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ, 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 തകർന്ന മക്കളെ അവിടുന്ന് ഇപ്പോൾ വാരി പുണരണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. സൗഖ്യത്തിന്റെ കരങ്ങൾ വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ഉന്നതങ്ങളിൽ വസിക്കാൻ. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് തടസ്സങ്ങൾ നീങ്ങാനും നല്ല രീതിയിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ജീവിതം ദൈവസന്നിധി ഉയർന്നു വരാനും ബൈബിൾ നമുക്ക് നൽകിയിട്ടുള്ളൊരു മാർഗമാണ് യെശയ്യായുടെ പുസ്തകം 33-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളിൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടും തീർച്ച. ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കുന്നത് ഒരു നിസാര കാര്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സകല കാലങ്ങളിലുള്ള മക്കളെ പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ് യെശയ്യാ 33-ാം അധ്യായം 15-ാം തിരുലിഖിതം. കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഭാഗ്യവാൻ, അവൻ അനുഗ്രഹീതൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണിന് നൈസർഗികമായി അതിന് സന്തോഷം കിട്ടുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്. ചെവിക്ക് ജഡപ്രകാരമുള്ള സന്തോഷം കിട്ടുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്. വായിക്ക് ശാരീരികമായ അഭിലാഷം അനുസരിച്ച് സന്തോഷം കിട്ടുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന പ്രിയ മനുഷ്യ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന പ്രിയ മകനെ, പ്രിയ മകളെ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്. ആ കൂട്ടുകെട്ടുകൾ ദൈവത്തിൽ വളരാൻ നമ്മെ സഹായിക്കുകയില്ല. അതുകൊണ്ട് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്: നാം ചീത്ത കൂട്ടുകെട്ടുകളെ ഉപേക്ഷിക്കണം. ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുന്നത് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകും. ഒന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ആ വചനം ഒന്ന് ഉറക്കെ പറയാം: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ മാർഗങ്ങളിൽ സഞ്ചരിക്കുകയോ പാപികളുടെ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ ചെയ്യാത്തവൻ പരിഹാസകരുടെ ഇരിപ്പിടങ്ങളിൽ പോയി ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
പരിഹാസകരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം, ചീത്ത കൂട്ടുകെട്ടിരിക്കുമ്പോൾ ഒരു രസം, ആ രസം ഉപേക്ഷിക്കണമെന്ന് വിശുദ്ധ ലിഖിതം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ആ കൂട്ടുകെട്ട് ദൈവവുമായുള്ള സർവ്വബന്ധവും വിച്ഛേദിച്ച് കളയും എന്ന് തന്നെയാണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കാൻ സാത്താൻ ഉദ്യമിക്കുമ്പോൾ ആ ദൈവ പൈതൽ ഒരുപക്ഷെ വചനം കേട്ട് ധ്യാനം കൂടി പ്രാർത്ഥിച്ച് വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ച് ദൈവത്തിൽ ബലപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ ആ ദൈവ പൈതലിനെ സാത്താന് തകർക്കാൻ പറ്റാതെ വരുമ്പോൾ സാത്താൻ വളരെ കൗശലപൂർവ്വം അവലംബിക്കുന്ന ഒരു വലിയ ചതിയാണ് ചീത്ത കൂട്ടുകാരിലൂടെ ആ മനുഷ്യനെ ഛിന്ന ഭിന്നമാക്കി കളയുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ അതുപോലൊരു സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 17-18 അധ്യായങ്ങളിലാണ് നാം അത് കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, 2 രാജാക്കന്മാരുടെ ചരിത്രമാണ്, 2 രാജാക്കന്മാരെ കുറിച്ചുള്ള ചിത്രങ്ങളാണ് 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും ദിനവൃത്താന്തത്തിൻ്റെ 2ാമത്തെ പുസ്തകം നമുക്ക് നൽകുന്നത്. അതിൽ 17-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെ വളരെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന, ദൈവം അനുഗ്രഹിച്ച് പ്രബലനാക്കിയ യഹോഷഫാത്ത് രാജാവിനെ കുറിച്ചാണ് നമുക്ക് വിവരണം നൽകപ്പെട്ടിരിക്കുന്നത്. 17-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങൾ. അവൻ പിതാവിൻ്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല. കർത്താവ് അവന് രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യൂദാ മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു. അങ്ങനെ അവൻ്റെ ധനവും മാനവും പെരുകി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. യൂദയായിലെ പൂജാഗിരികളും അക്ഷേര പ്രതിഷ്ഠകളും അവൻ നശിപ്പിച്ചു. ദൈവത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന യഹോഷഫാത്ത് രാജാവ്. എന്നാൽ അതുപോലെ ആയിരുന്നില്ല തൊട്ടപ്പുറത്തെ രാജ്യമായ ഇസ്രായേൽ രാജ്യത്തിലെ ആഹാബ് രാജാവ്. 18-ാമത്തെ അധ്യായത്തിൽ ആഹാബ് രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ രാജാവാണ് ആഹാബ് രാജാവ്. വഷളനും തോന്നിവാസിയും ദൈവത്തെ ഉപേക്ഷിച്ചവനും നിഷേധിയും തന്നിഷ്ടക്കാരനുമായ ആഹാബ് രാജാവിനെ കുറിച്ചാണ് 2 ദിനവൃത്താന്തം അതിൽ 18-ാമത്തെ അധ്യായം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യഹോഷഫാത്തിനെ തോൽപ്പിക്കാൻ പിശാചിന് സാധിക്കാതായപ്പോൾ പിശാച് നേരെ പോയി അടുത്ത രാജ്യത്തെ ആഹാബ് രാജാവിൻ്റെ മേൽ ആവസിച്ചു. ഈ ആഹാബ് രാജാവിലൂടെ യഹോഷഫാത്തിനെ നശിപ്പിക്കാൻ ഇതാ പിശാച് ഒരുങ്ങുകയാണ്. ഒരു ദിവസം ആഹാബ് രാജാവ് യഹോഷഫാത്തിനെ വിളിക്കുകയാണ്. യഹോഷഫാത്ത് വേറൊന്നും ചിന്തിച്ചില്ല, നേരെ ചെന്നു ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ആഹാബ് രാജാവ് വിരുന്നൊരുക്കി യഹോഷഫാത്തിനെ വിളിക്കും. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിരുന്ന് കഴിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ, ഉയർത്തുമ്പോൾ ആ വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി അവനെ അതേ തുല്യമായ റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ മേൽ, ഒരു വ്യക്തിയുടെ മേൽ, ഒരു ജീവിതത്തിൻ്റെ മേൽ വന്ന പിശാച് ആവസിച്ചിട്ട് അതേപോലെ ഒരേ ലെവലുള്ള ആളുകളിലൂടെ ആയിരിക്കും നമ്മളെ നശിപ്പിക്കുക എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു രാജാവിനെ നശിപ്പിക്കാൻ അവൻ്റെ അതേ ഫ്രണ്ട്ഷിപ്പ് നേടാൻ സാധ്യതയുള്ള, അതേ ഫ്രണ്ട്ഷിപ്പിൽ അവനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള മറ്റൊരു രാജാവിൻ്റെ മേൽ പിശാച് ആവസിച്ചു. എന്നിട്ട് ഈ യഹോഷഫാത്തിനെ വിളിക്കുകയാണ്. അങ്ങനെ ചതി മനസ്സിലാകാത്ത യഹോഷഫാത്ത് അങ്ങനെ വിരുന്നിന് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. 18-ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, ആഹാബ് അനേകം ആടുകളെയും കാളകളെയും കൊന്ന് യഹോഷഫാത്തിനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു. അങ്ങനെ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് അവൻ അവരെ പ്രേരിപ്പിച്ചു. അപ്പോൾ റാമോത്ത് ഗിലെയാദ് പറഞ്ഞ് വേറൊരു രാജ്യത്തിൻ്റെ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഇതാ ആഹാബ് ഇപ്പോൾ വിളിക്കുകയാണ്. പലതവണ വിരുന്ന് കൊടുത്തു. പിന്നെ ഒരു തവണ ഇതാ ആഹാബ് പറയുകയാണ്, ഞാൻ റാമോത്ത് ഗിലെയാദിന് യുദ്ധത്തിന് പോകണം, നീ വരുന്നോ? ഉടനെ പിന്നെ ഈ ആഹാബിന് നിഷേധിക്കാൻ പറ്റില്ല. ആഹാബ് പറഞ്ഞു, നീ തയ്യാറെങ്കിൽ ഞാനും തയ്യാർ. എൻ്റെ സൈന്യം നിൻ്റെ സൈന്യം പോലെയും നിൻ്റെ സൈന്യം എൻ്റെ സൈന്യം പോലെ ആയിരിക്കട്ടെ. അങ്ങനെ രണ്ടുപേരും കൂടെ യുദ്ധത്തിന് പോവുകയാണ്. ഇത് ദൈവം അംഗീകരിച്ച യുദ്ധമാണോ? ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊന്നും അന്വേഷിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഹോഷഫാത്തിന് സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടിൽ അവരുടെ ദൈവബന്ധം ദുർബലമായി. അങ്ങനെ രണ്ടുപേരും കൂടെ യുദ്ധത്തിന് പോയി. അപ്പോൾ ഈ ആഹാബ് ആഹാബിൻ്റെ ഡ്രസ്സെല്ലാം അണിയിച്ച് യഹോഷഫാത്തിനെ വിട്ട് ആഹാബ് എന്നിട്ട് മറ്റൊരു വേഷപ്രച്ഛന്നനായി മറ്റൊരു രീതിയിൽ പോയി. എന്തായാലും ശത്രു സൈന്യം ഒരു തീരുമാനം എടുത്തിരുന്നു, ആഹാബിനെ മാത്രം ആക്രമിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്തിരുന്നു. യുദ്ധത്തിൽ ആഹാബിൻ്റെ വേഷം ധരിച്ച് യഹോഷഫാത്തിനെ കണ്ടപ്പോൾ ആഹാബ് അന്തരിച്ച് അവർ ആക്രമിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ യഹോഷഫാത്ത് വിളിച്ചു പറഞ്ഞു, ഞാനല്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ എന്തായാലും അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ യഹോഷഫാത്തിനെ ഒഴിവാക്കി. അങ്ങനെ ആഹാബ് വേറൊരു ഭടൻ യദൃച്ഛയ എയ്ത അമ്പിൻ്റെ ആ അമ്പേറ്റ് ആഹാബ് ആ യുദ്ധക്കളത്തിൽ വെച്ച് മരിക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹോഷാഫാത്ത് ആ യുദ്ധക്കളത്തിൽ നിന്ന് നാണം കെട്ട് മാനം കെട്ട് അവൻ ഓടി ഭയചകിതനായി എങ്ങനെയോ സ്വന്തം കൊട്ടാരത്തിലേക്ക് അവൻ എത്തിച്ചേർന്നു. സ്വന്തം കൊട്ടാരത്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ അവനെ കാത്തവിടെ നിൽക്കുകയാണ്. 2 ദിനവൃത്താന്തം 19-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്: അപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദീർഘദർശി അവനെ കാണാൻ ചെന്നു. അവൻ രാജാവിനോട് പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദോഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ? നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിൻ്റെ ക്രോധം നിനക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചീത്ത കൂട്ടുകെട്ട് ദൈവവുമായുള്ള അവൻ്റെ ബന്ധം നശിപ്പിച്ചു എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിന്റെ ഈ പ്രവൃത്തി മൂലം നീ നേരായ കൂട്ടുകെട്ട് വിട്ട് നേരായ മാർഗം വിട്ട് ദൈവത്തിന് വിപരീതമായി നടക്കുന്ന ഒരു തിന്മയുടെ ശക്തിയുമായി നീ കൂട്ടുകൂടിയത് കൊണ്ട് ഇതാ നിനക്കെതിരെ ദൈവത്തിൻ്റെ ക്രോധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ രാജാവിനെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആരാധന മുമ്പിൽ നിന്ന് നമുക്ക് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനെ വർഷിച്ച് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ ബന്ധങ്ങളും മാറ്റി നല്ല നല്ല ബന്ധങ്ങൾ ജീവിതങ്ങളിലേക്ക് നൽകട്ടെ. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി പിടിക്കാം, ഉറക്കെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, വസിക്കേണമേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ, ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കൂ, ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, പരിശുദ്ധാത്മാവേ, സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കൂ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ.